എല്ലാവർക്കും നമസ്കാരം. ഞാൻ വരുൺ വീൽസ് ആൻഡ് സ്പിൻസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യം തന്നെ എല്ലാവർക്കും വലിയൊരു നന്ദി ഞാൻ പറയുന്നു. കാരണം നമ്മുടെ ചാനൽ മോണിറ്റൈസ് ആയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഫോർ യുവർ സപ്പോർട്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം കൂടെ നടന്നിട്ടുണ്ട്. എന്തോ ഒരു ടെക്നിക്കൽ ഗ്ലിച്ച് കാരണം നമ്മുടെ ചാനൽ കംപ്ലീറ്റ് ആയിട്ട് ഫ്രീസ് ആയിട്ടുണ്ട്. ചാനലിലെ വീഡിയോസ് ഒന്നും റീച്ച് പോകുന്നില്ല, വ്യൂസ് ഒന്നും വരുന്നില്ല. ഭയങ്കര മോശം ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരുടെയും വലിയൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങളുടെ ഒരു വീഡിയോ ആയിട്ട് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തിനെക്കുറിച്ചാണെന്ന് പറഞ്ഞാൽ നമ്മുടെ റോയൽ എൻഫീൽഡ് പുതിയൊരു ബൈക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്, ഗൊറില്ല 450. അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഗൊറില്ല 450 ഷെയർ ചെയ്യുന്നത് നമ്മുടെ ഹിമാലയൻ 450യുടെ ആ ഒരു സെയിം പ്ലാറ്റ്ഫോം തന്നെയാണ്. ഹിമാലയൻ 450ക്ക് ഒരു വലിയ ഫാൻ ബേസ് ഉണ്ടെങ്കിൽ കൂടി അത് കംപ്ലീറ്റ് ആയിട്ടൊരു അഡ്വഞ്ചർ മെഷീനാണ്. അത് കൊണ്ടൊരു ഡെയിലി കമ്മ്യൂട്ടൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര പ്രാക്ടിക്കൽ അല്ല. എന്നാൽ നമ്മുടെ ഗൊറില്ല 450 ആകട്ടെ കോമ്പാക്റ്റ് ആയിട്ട് കുറച്ചും കൂടെ ആക്സസിബിൾ ആയിട്ട് കുറച്ചും കൂടെ ഡെയിലി ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു ബൈക്കാണ് നമ്മുടെ ഗൊറില്ല 450. അപ്പോൾ നമ്മുടെ ഗൊറില്ല 450 മെയിനായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് സ്പീഡ് 400, ഹീറോ മാവറിക്, ഹാർലി 440X, അതുപോലെ തന്നെ നമ്മുടെ ഹൊസ്വർണ 401 ആയിട്ടായിരിക്കും. ഗൊറില്ല 450യുടെ ഡിസൈനിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് കാണുന്ന സമയത്ത് പ്രത്യേകിച്ച് ഫ്രണ്ടിൽ നിന്ന് ഒരു 100-350 ആയിട്ട് വലിയ സാമ്യം തോന്നിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു റൗണ്ട് ആയിട്ട് ഹെഡ്ലൈറ്റും പോക്കറ്റേഴ്സും നമ്മുടെ ഈ ഒരു ടാങ്കും ഈ ഒരു ഓഫ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ടാങ്ക് ക്യാപ്പ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ബാക്ക് സൈഡിലോട്ട് പോവുകയാണെങ്കിൽ ഹിമാലയൻ അതേപടി എടുത്തു വെച്ച പോലെ തന്നെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എക്സോസ്റ്റും ഹിമാലയൻ്റെ ആ ഒരു ഇൻഡിക്കേറ്റർ പ്ലസ് ആ ഒരു ബ്രേക്ക് ലൈറ്റ്സും ഈ ബൈക്കിലും റോയൽ എൻഫീൽഡ് മറ്റു ബൈക്കുകളിൽ കൊടുക്കുന്ന പോലെ ഒരുപാട് ആക്സസറീസ് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ ടോളർ ആയിട്ടുള്ള ഒരു വിൻഡ് സ്ക്രീൻ, ഹെഡ്ലൈറ്റിന്റെ മുകളിൽ ഒരു ഗ്രില്ല്, ക്രാഷ് ഗാർഡ്, കുറച്ചും കൂടെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്റ്റൈൽഡ് ആയിട്ടുള്ള ഒരു സീറ്റ്സ്, ഇതൊക്കെ ആക്സസറി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. എഞ്ചിനെ കുറിച്ചും പെർഫോമൻസിനെ കുറിച്ചും പറയുകയാണെങ്കിൽ നമ്മുടെ ഹിമാലയൻ 450യിൽ വന്നിട്ടുള്ള സെയിം ആ ഒരു ഷെയർപ്പ എഞ്ചിൻ തന്നെയാണ് ഈ ഒരു ബൈക്കിലും വന്നിട്ടുള്ളത്. അതായത് ഒരു 452cc ലിക്വിഡ് കൂൾ സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. പവർ നമ്മുടെ ഹിമാലയനിൽ ഉള്ളതുപോലെ തന്നെ 40 bhpയും അതുപോലെ തന്നെ 40 Nm ടോർക്കും തന്നെയാണ് കിട്ടുന്നത്. അതുപോലെ ഒരു 6 സ്പീഡ് ഗിയർ തന്നെയാണ് ഈ ഒരു ബൈക്കിലും വന്നിട്ടുള്ളത്. ബൈക്കിന്റെ വെയിറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഹിമാലയൻ 450 ഏകദേശം 11 കിലോ കുറച്ചിട്ടാണ് നമ്മുടെ ഈ ഒരു ബൈക്ക് ബിൽഡ് ചെയ്തിട്ടുള്ളത്. ഈ ബൈക്കിന്റെ വെയിറ്റ് ഏകദേശം 185 കിലോ ആണ്. ഹിമാലയനിൽ 17 ലിറ്റർ ടാങ്ക് ആണ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബൈക്കിൽ വെറും 11 ലിറ്ററിന്റെ പെട്രോൾ ടാങ്ക് ആണ് റോയൽ എൻഫീൽഡ് കൊടുത്തിട്ടുള്ളത്. ബൈക്കിന്റെ മൈലേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 29.5 km/l ആണ്. ബൈക്കിന്റെ സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ആയിട്ടുള്ള ഒരു നോർമൽ കൺവെൻഷനിലെ ഒരു സസ്പെൻഷൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അതിൽ ഗേറ്റേഴ്സ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ 100-350 കണ്ടതുപോലെയുള്ള തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സെറ്റപ്പാണ് അവിടെ കാണാൻ പറ്റുന്നത്. 43 mm ആണ് ഇതിന്റെ ഒരു സൈസ് വരുന്നത്. ഷോവയാണ് ഈ ഒരു ഷോക്ക് അബ്സോർബർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ബാക്കിലോട്ട് വരികയാണെങ്കിൽ ബാക്കിൽ ആ ഒരു മോണോഷോക്ക് നമ്മുടെ ഹിമാലയനിൽ കണ്ട ആ സെയിം മോണോഷോക്ക് തന്നെയാണ്. ടയേഴ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഈ ബൈക്കിൽ സിയറ്റ് ഈ ഒരു ബൈക്കിന് വേണ്ടി സ്പെസിഫിക്കലി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ടയറാണ് കൊടുത്തത്. ഒരു ഡുവൽ പർപ്പസ് ടയർ എന്നൊക്കെയാണ് പറയുന്നത്. ഒരു 17 ഇഞ്ച് അലോയ് വീൽസ് ആണ് ഈ ബൈക്കിന് വന്നിട്ടുള്ളത്. ഒരു അപ്രൈറ്റ് പൊസിഷനിൽ ഒരു ഹാൻഡിൽ ബാർ ആണ് ഈ ബൈക്കിന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ ഒരു മിഡ് സെറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് പെക്സും ആണ് ഈ ബൈക്കിന് കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുന്ന് ഓടിക്കുന്ന സമയത്ത് ഒരു അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു ബോഡി പോസ്റ്റർ തന്നെയായിരിക്കും നമുക്ക് ഉണ്ടാവുന്നത്. ഇതിന് വന്നിട്ടുള്ള ഒരു സിംഗിൾ പീസ് സീറ്റ് ആണ്. ഏകദേശം 780 mm ആണ് ഇതിന്റെ സീറ്റ് ഹൈറ്റ് വരുന്നത്. ഹിമാലയനിലാകട്ടെ ഏകദേശം 825 mm ആണ് സീറ്റ് ഹൈറ്റ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതിനേക്കാളും കുറച്ചുകൂടെ കുറവാണ് ഇതിന്റെ സീറ്റ് ഹൈറ്റ്. ഗ്രൗണ്ട് ക്ലിയറൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഏകദേശം 169 mm ആണ് ഇതിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. ഏകദേശം 61 mm ഹിമാലയനെക്കാളും കുറവാണ് ഈ ഒരു ബൈക്കിന് വന്നിട്ടുള്ളത്. ബ്രേക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഹിമാലയനെക്കാളും ഒരു 10 mm കുറവാണ് ഇതിന്റെ ബ്രേക്കിന്റെ ഡിസ്കിന്റെ സൈസ് വരുന്നത്. അതായത് ഏകദേശം 310 mm ആണ് ഈ ഒരു ബൈക്കിന്റെ ബ്രേക്കിന്റെ ഡിസ്കിന്റെ സൈസ് വരുന്നത്. ഡുവൽ ചാനൽ ABS ഈ ബൈക്കിൽ വരുന്നുണ്ട്. ബാക്കിലും ഡിസ്ക് ബ്രേക്ക് തന്നെയാണ്. ബൈക്കിന്റെ വേരിയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 വേരിയന്റ് ആണ് നമ്മുടെ ഈ ബൈക്കിന് വരുന്നത്. ഫ്ലാഷ്, ഡാഷ് ആൻഡ് അനലോഗ്. ഫ്ലാഷിലും ഡാഷിലും നമ്മുടെ ഹിമാലയനിൽ വന്ന പോലെ ആ ഒരു TFT ആ റൗണ്ട് TFT സ്ക്രീൻ ഒക്കെ വരുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, നമ്മുടെ ഗൂഗിൾ മാപ്സ് പോലുള്ള പരിപാടികളൊക്കെ കിട്ടുന്നതായിരിക്കും. എന്നാൽ ഇത് രണ്ടും കുറച്ച് എക്സ്പെൻസീവ് സൈഡിലേക്കായിരിക്കും നമ്മുടെ അനലോഗിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത്. അനലോഗാണ് കുറച്ചും കൂടെ ഒരു ബേസ് ഓപ്ഷൻ എന്നൊക്കെ പറയാൻ പറ്റിയ രീതിയിലുള്ള ഒരു ബൈക്ക്. അപ്പോൾ ഈ അനലോഗിൽ നിങ്ങൾക്ക് ഒരു അനലോഗ് ഒരു സ്പീഡോമീറ്ററും പരിപാടികളൊക്കെ ഒന്ന് വരുന്നുണ്ടാകും. കാണുന്ന സമയത്ത് നമുക്കൊരു 650 നമ്മുടെ സൂപ്പർ മെറ്റ്യൂർ 650 കണ്ടത് വന്നുള്ളൊരു സെറ്റപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ കിട്ടാൻ പോകുന്നത്. ഇതുകൂടാതെ ഈ ഒരു 3 വേരിയൻസും കൂടിയിട്ട് നിങ്ങൾക്ക് 6 കളർ സ്കീംസ് ഈ ബൈക്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നുണ്ട്. ബൈക്കിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2,39,000 തൊട്ട് 2,54,000 വരെയാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ റൈവൽസിനെ കുറിച്ച് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു. ഇത് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത് സ്പീഡ് 400, അതുപോലെ നമ്മുടെ ഹീറോ മാവറിക് 440,
അതുപോലെ നമ്മുടെ ഹാർലി ഡേവിഡ്സൻ്റെ 440X, അതുപോലെ നമ്മുടെ ഹൊസ്ക്വാർണ 401, ഈ ഒരു ബൈക്കൊക്കെ ആയിട്ടാണ് ഇത് കോമ്പീറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗൊറില്ല 450ൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ എല്ലാവർക്കും ഒരു റിക്വസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് സ്റ്റക്കായിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങളെ ഒരു വലിയൊരു സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളെല്ലാവരെയും പോലെ ഞാനും ഈ ഒരു ഗൊറില്ല 450 ഷോറൂമിൽ വന്നിട്ട് ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഓൺ റോഡ് റിവ്യൂവും വരുന്നതായിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു.